ഓക്കെ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയേണ്ടത് നമ്മുടെ ഹെൽത്ത് ഫോസറ്റ്. ഈ ഹെൽത്ത് ഫോസറ്റ് എന്ന് പറയുന്നത് നോർമലി എല്ലാ കമ്പനീസിനും ഹെൽത്ത് ഫോസറ്റ് ഉണ്ട്. എല്ലാ വാട്ടർ കമ്പനീസ് എല്ലാം ഹെൽത്ത് ഫോസറ്റ് ഉണ്ട്. ഹെൽത്ത് ഫോസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ മിനിമം 1 ഇയറിൽ നമ്മളൊരു 3-4 വട്ടം മാറേണ്ട ഒരു സാധനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളെ കെയർ ചെയ്യാത്തതുകൊണ്ടോ തറയിൽ വീണ് പൊട്ടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മാറേണ്ടി വരും. 1 ഇയറിനകത്ത് മാക്സിമം വാറണ്ടി വരുന്നത് മാക്സിമം കമ്പനീസ് കൊടുക്കുന്ന 1 or 2 years. പക്ഷേ നമ്മുടെ ഹെൽത്ത് ഫോസറ്റിന് 10 years വാറണ്ടിയാണ്. ഇൻ 10 yearsൽ 5 years റീപ്ലേസ്മെൻറ്റ് ആൻഡ് ബാലൻസ് 5 years സർവീസാണ്. ഇത്ര കട്ടിക്ക് 10 years പറയണമെങ്കിൽ അതിൻ്റെ ഒരു അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ 10 years എന്ന് പറയുമ്പോൾ ഈ റൗണ്ട് നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഫോസറ്റ് പുറത്ത് വാങ്ങാനായിട്ട് ചിലപ്പോൾ 1000 രൂപ ആവും. ആദ്യം ഒരെണ്ണം വാങ്ങും നമ്മൾ വീട് വയ്ക്കുമ്പോൾ. നമ്മൾ ചിലപ്പോൾ അത് ഒരു വർഷത്തിനകത്ത് 2-3 വട്ടം ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറാതെ ഡാമേജ് ആവാതിരിക്കുന്നുള്ള മീൻസ് അതിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് മീൻസ് ഈവൻ ഒരു ഹെൽത്ത് ഫോസിന് കംപ്ലൈൻറ്റ് വരുന്ന ഒന്നെങ്കിൽ വാട്ടർ ലീക്കേജ് വരും ഈ ഹോസിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ആക്ഷൻ കംപ്ലൈൻറ്റ് വരും. അത് നോർമലി ഈ 2 കംപ്ലൈൻറ്റ്സ് ആണ് ഹെൽത്ത് ഫോസിന് വരുന്നത്. പക്ഷേ ഇത് എന്തെങ്കിലും തറയിൽ വീണ് പൊട്ടിപ്പോയി അങ്ങനെ ചെയ്താൽ വാറണ്ടി വരില്ല. പക്ഷേ അല്ലാണ്ടുള്ള മാനുഫാക്ചറിംഗിൽ എന്ത് സംഭവിച്ചാലും അത് 10 years വാറണ്ടി അത്